BJP RSSന്റെ മാഫിയ ബന്ധം, അവരുടെ ബന്ധം ഇന്ന് തിരുവനന്തപുരം നഗരത്തിൽ അതിഭയങ്കരമായിട്ട് കൂടി വരികയാണ്. ഏത് പ്രധാനപ്പെട്ട സംഭവങ്ങളും കേസുകളും എടുത്താലും അതിലെ ഒരു ഭാഗത്ത് BJPയുടെ RSSന്റെ നേതാക്കന്മാർ വരികയാണ്. ബഹുമാനപ്പെട്ട മന്ത്രി സംസാരിച്ചപ്പോൾ രണ്ട് കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചല്ലോ. അനിലിന്റെ ആത്മഹത്യയുടെ പ്രശ്നം വന്നു, അനന്തുവിന്റെ ആത്മഹത്യയുടെ പ്രശ്നം വന്നു. ഇന്ന് ആ അനന്തുവിന്റെ മരണം വരുത്തിവെച്ച വലിയ ആഘാതം, അനന്തുവിന്റെ അമ്മയുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം വന്നു. മറ്റൊരാൾ സ്വാമിയുടെ ആശ്രമം, സന്ദീപാനന്ദഗിരി സ്വാമിയുടെ ആശ്രമം കത്തിച്ചതുമായി ബന്ധപ്പെട്ട് ഒരു ആത്മഹത്യ വന്നു. നഗരത്തിലെ മണ്ണു മാഫിയ അല്ലെങ്കിൽ അക്രമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഗുണ്ടാ മാഫിയ, ആ മാഫിയകൾക്ക് നേതൃത്വം നൽകുന്നവരായി BJP RSS സംഘം മാറുകയാണ്. ഏറ്റവും അവസാനം അനന്തു എഴുതി വെച്ച കുറിപ്പിനകത്ത് ഈ മാഫിയ ബന്ധത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ജീവിതകാലം മുഴുവൻ പ്രവർത്തിച്ച ആളുകൾക്ക് ഈ പാർട്ടിയിൽ ഒരു രക്ഷയുമില്ല. വലിയ സമ്പന്നന്മാർക്കും മാഫിയ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കുമാണ് അതിൽ പറ്റുന്നത്. അത് BJPയുടെ സംസ്ഥാന നേതാക്കന്മാരെ അടക്കം ഉദ്ദേശിച്ച നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഞാൻ ഇവരുടെ മാഫിയ ബന്ധത്തിനും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾക്കും ഇടയായിട്ടുള്ളൊരു സാഹചര്യം ഞാനിപ്പോ പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. മീഡിയയ്ക്കെല്ലാം വളരെ കുറേ നാൾ പ്രത്യേകമായിട്ട് ശ്രദ്ധ ചെലുത്തിയിരുന്ന ഒരു സംഭവമാണ് കരമന കാലടിയിലെ കൂടത്തിൽ വീട്ടിലെ 7 പേരുടെ ദുരൂഹ മരണം. വളരെ സെൻസേഷണൽ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഈ കരമന കാലടി കൂടത്തിൽ വീട്ടിലെ 7 പേരുടെ മരണം. അസ്വാഭാവികത തീർത്തും നിറഞ്ഞ സംഭവങ്ങളായിരുന്നു. പക്ഷേ മരണങ്ങളെല്ലാം 7ാമത്തെ മരണം ഒഴിച്ച് എല്ലാ മരണങ്ങളും ശ്രദ്ധിക്കപ്പെട്ടില്ല. അതെല്ലാം സാധാരണ സ്വാഭാവിക മരണങ്ങളായി എഴുതി തള്ളുകയായിരുന്നു. അതിന്റെ അവസാനത്തെ അവകാശി ഏറ്റവും അവസാനം മരണപ്പെടുന്നു. ആ അവസാനത്തെ അവകാശിയുടെ പേര് ജയമാധവൻ നായർ എന്നാണ്. അദ്ദേഹം മരണപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് അന്ന് അവിടെ കാര്യസ്ഥനായിരുന്ന ഒരാൾ ഇയാൾ വീണ് കിടക്കുന്നത് കണ്ട് ഞാൻ ഓട്ടോറിക്ഷയിൽ എടുത്തുകൊണ്ടുപോയി ആശുപത്രിയിൽ എത്തിച്ചു, അവിടെ വെച്ച് മരിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഇവരുടെ മറ്റവകാശികൾ 2 പേർ പോലീസിൽ കൊടുത്തൊരു പരാതിയുടെ അടിസ്ഥാനത്തിൽ പിന്നീട് പരിശോധിക്കുമ്പോഴാണ് അത് യഥാർത്ഥത്തിൽ സ്വാഭാവിക മരണമല്ല, കൊലപാതകമാണ് എന്ന് മനസ്സിലാകുന്നത്. ഈ കാര്യസ്ഥൻ അന്ന് പറഞ്ഞിരുന്നത് പച്ചക്കള്ളമായിരുന്നു. ക്രൈംബ്രാഞ്ച് ഈ വിഷയം അന്വേഷിക്കുമ്പോൾ മനസ്സിലായ ഒരു കാര്യം, ഇദ്ദേഹത്തെ കൊണ്ടുപോയതൊരു കാറിലാണ്. ഈ കാറ് ജില്ലകൾ വിട്ട് കടത്തിക്കളഞ്ഞു. ക്രൈംബ്രാഞ്ച് പിന്നീട് കോഴിക്കോട് നിന്ന് ഈ കാറ് കസ്റ്റഡിയിലെടുത്തു. അന്ന് എടുക്കുമ്പോഴും ഇതിനകത്ത് ചോരക്കറ ഉണ്ടായിരുന്നു. ഫോറൻസിക് അതെല്ലാം പരിശോധിച്ച് പ്രതികളിലേക്ക് എത്തിയ ഘട്ടത്തിൽ അതിലൊരു പ്രതി ഇവിടുന്ന് അബ്സ്കോണ്ട് ചെയ്തു, പുറത്തുപോയി. ആ പ്രതി പുറത്തുപോയി. ഇപ്പോ ഇന്റർപോളിന്റെ സഹായത്തോടു കൂടി ഈ പ്രതിയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമം നടത്തുകയാണ്. 7 ആളുകളുടെ, ഒരു കുടുംബത്തിലെ 7 ആളുകളുടെ അസ്വാഭാവികമായിട്ടുള്ള മരണം എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളത് പരിശോധിക്കുമ്പോഴാണ് ഈ മാഫിയ ബന്ധത്തിന്റെ തീവ്രത നമുക്ക് മനസ്സിലാകുന്നത്. പത്രമാധ്യമങ്ങളും അവരുടെ ബന്ധുക്കളും പറയുന്നതനുസരിച്ച് 100 കോടി രൂപയുടെ ആസ്തി ഈ കുടുംബത്തിനുണ്ടായിരുന്നു. അത് ഈ കാര്യസ്ഥനായിട്ടുള്ള ആൾ ഒരു വിൽപത്രം അവരുടെ സഹായത്തോടെ അല്ലാതെ ഒരു വിൽപത്രം എഴുതി ഉണ്ടാക്കി ആ വിൽപത്രം കോടതിയിൽ ഒരു കേസായിട്ട് കൊടുത്ത് കോടതിയെ കൂടി തെറ്റിദ്ധരിപ്പിച്ച് ഒരു വിധി വാങ്ങിച്ചു. ഈ വസ്തുവകകളെല്ലാം വിൽപത്ര പ്രകാരം ഇയാൾക്ക് ലഭിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് ഒരു വിധി സമ്പാദിക്കുന്നു. ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ 100 കോടിയോളം വരുന്ന രൂപയുടെ
വസ്തുക്കൾ വിൽപ്പന നടത്തുന്നു, വളരെ വേഗം വിൽപ്പന നടത്തുന്നു. ഞെട്ടിക്കുന്ന ഒരു വിവരമാണ്. അപ്പോൾ 100 കോടിയോളം രൂപയുടെ വില മതിക്കുന്ന വസ്തുക്കൾ ഘട്ടം ഘട്ടമായിട്ട് ഇവർ വിൽക്കുകയാണ്. ഇവിടെയാണ് ഞാൻ RSSനെ, BJPയെ പറ്റി ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു വിവരം നിങ്ങളുമായി കൺവേ ചെയ്യുന്നത്. ഇതിൽ ഇങ്ങനെ ഈ ഇഷ്യൂസ് ഉള്ള ഭൂമിയിൽ 7.93 സെന്റ് ഭൂമി, ഏതാണ്ട് 8 സെന്റോളം വരുന്ന ഭൂമി ഇപ്പോ RSSന്റെ പേർക്കാണ്. RSSന്റെ പേർക്കെന്ന് പറഞ്ഞാൽ ഈ കാര്യസ്ഥൻ RSSന്റെ ജില്ലാ കാര്യാലയത്തിന്റെ പേരിൽ എഴുതി വാങ്ങിയിരിക്കുകയാണ്. ഈ തട്ടിപ്പ് നടത്തിയ, വിൽപത്ര തട്ടിപ്പ് നടത്തിയ, വിൽപത്രം തട്ടിപ്പാണെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയ 7.93 സെന്റ് ഭൂമി RSSന്റെ ജില്ലാ കാര്യാലയത്തിന്റെ അഡ്രസ്സിലാണ് ഇപ്പോ ഇരിക്കുന്നത്. RSSന്റെ ജില്ലാ കാര്യാലയം വഞ്ചൂർ വില്ലേജിൽ ഫോർട്ട് POയിൽ ശക്തി നിവാസ് എന്നാണ് RSSന്റെ ജില്ലാ കാര്യാലയം അറിയപ്പെടുന്നത്. അതിൽ പ്രവർത്തിക്കുന്ന ശ്രീ പത്മനാഭ സേവാ സമിതിക്ക് വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിയത് എന്ന് പറയുന്നു. അപ്പോ അങ്ങനെ വാങ്ങുമ്പോൾ അതിനകത്ത് അവസാനം എങ്ങനെയാണ് പണം എന്നതിനെ സംബന്ധിച്ചൊരു ഭാഗം പറയുന്നുണ്ട്. 8,10,000 രൂപ നൽകി ആണ് ഈ വസ്തു വാങ്ങിച്ചത് എന്ന് ആധാരത്തിൽ പറയുന്നുണ്ട്. 8,10,000 രൂപ ആണോ 8 സെന്റ് ഭൂമിക്ക് കരമന കാലടിയുടെ ഏറ്റവും മർമ്മപ്രധാനമായ സ്ഥലത്ത് 8 ലക്ഷം രൂപ കൊടുത്താൽ ഈ വസ്തു കിട്ടുമോ? 80 ലക്ഷം രൂപ കൊടുത്താൽ പോലും ഈ വസ്തു കിട്ടത്തില്ല. അപ്പോ ഇവർ പറയുന്ന ആധാരത്തിൽ വെച്ചിരിക്കുന്ന തുക 8,10,000 തെറ്റാണ്. ഇനി അതിനകത്ത് പറയുന്നൊരു വാചകം ഈ പണം രൊക്കമായി നൽകിയിരിക്കുന്നു എന്നാണ്. എങ്ങനെയാണ് ഇത്രയും പണം രൊക്കമായിട്ട് നൽകാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്? ഇനി ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഈ പൈസ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇത്രയും പൈസ പിൻവലിച്ചിട്ടുണ്ടോ? ഇല്ല. RSS അല്ലെങ്കിൽ പത്മനാഭ സേവാ സമിതി ഇതിനു വേണ്ടിയിട്ട് പണം സമാഹരിച്ചതായിട്ട് ആർക്കെങ്കിലും അറിയാമോ? അപ്പോ ഇത് ഈ കാര്യസ്ഥനെ സഹായിക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ ഒരു പ്രമാണം ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത്. 2, ഇപ്പോ ഈ ഇതിനകത്ത് പറയുന്ന സ്ഥലങ്ങളിൽ ഏതാണ്ട് ഒരു 70 സെന്റോളം സ്ഥലം കാലടിയിലെ ഒരു വിസ്തൃതമായിട്ടുള്ള പ്രദേശം ഇന്ന് RSSന്റെ അധീനതയിലാണ്. ഈ സ്ഥലത്താണ് മോഹൻ ഭഗവത് ഈ അടുത്ത സമയത്ത് വന്ന് ശാഖ കണ്ടക്ട് ചെയ്തത്. ഈ സ്പോട്ടിലാണ്, ഈ സ്ഥലത്താണ്. അപ്പോൾ ഈ 7 പേരുടെ അസ്വാഭാവികമായിട്ടുള്ള മരണം, ആ മരണത്തിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഭൂമി ഇടപാടുകൾ, ആ ഭൂമി ഇടപാടുകളിൽ ഇവർക്ക് എന്തു പങ്കാണ്? BJPക്കും RSSനും എന്തു പങ്കാണ് എന്നുള്ളത് വളരെ വേഗം അവർ വെളിപ്പെടുത്തേണ്ടതായിട്ട് ഉണ്ട്. ഞങ്ങളുടെ കയ്യിൽ ആധാരത്തിന്റെ കോപ്പി ഞങ്ങളുടെ കൈവശമുണ്ട്. ഈ ആധാരത്തിലാണ് ഈ പറയുന്ന 7.93 സെന്റ് സ്ഥലം RSSന്റെ ജില്ലാ കാര്യാലയത്തിന്റെ അഡ്രസ്സിൽ വാങ്ങിയിരിക്കുന്നത്. അതാണ് അഡ്രസ്സ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾക്കുള്ള സംശയം, ഈ മാഫിയ പ്രവർത്തനം നഗരത്തിലെ ഏതാണ്ട് ഒരു അധോലോക രീതിയിലാണ് ഇവർ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇവരാണ് ഇപ്പോ നാട്ടിലിറങ്ങി അഴിമതിക്കെതിരായി വർത്തമാനം പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ ഇവർക്ക് എവിടെ നിന്നാണ് ഈ 8,10,000 രൂപ ഇത്രയും വില കുറച്ച് ആധാരത്തിൽ കാണിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചത്? 80 ലക്ഷമോ 1 കോടിയോ 1.5 കോടിയോ രൂപ വില വരുന്ന ഈ വസ്തു ഇതിന് ഇത്രയും പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ എവിടെ നിന്നാണ് ഈ പണം കൊടുത്തത്? ഏതാണ് അവരുടെ സോഴ്സ്? ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്തോ? അതല്ല കളക്ഷൻ എടുത്തോ? എവിടെ നിന്നാണ് ഈ പൈസ എടുത്തത്?
8 ലക്ഷം രൂപയ്ക്ക് കാലടിയിൽ 8 സെന്റ് സ്ഥലം കിട്ടാനായിട്ട് എന്തു മാർഗമാണുള്ളത്? അപ്പോ ഇതിനകത്ത് ചില ദുരൂഹതകളുണ്ട്. ഞങ്ങൾ ക്രൈംബ്രാഞ്ചിനോട്, ഇത് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ചിനോട് പറയുകയാണ്, ഈ വിവരം കൂടി അന്വേഷിക്കണം. RSS കാര്യാലയത്തിന്റെ പേരിൽ ഈ വിവാദമായിട്ടുള്ള ഭൂമിയിൽ 8 സെന്റ് ഭൂമി വാങ്ങിയതിനെ സംബന്ധിച്ച് അതിന്റെ A to Z കാര്യങ്ങൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണം. ഇതിന്റെ നിജസ്ഥിതി വെളിച്ചത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നല്ല പരിശ്രമം ഈ കാര്യത്തിൽ നടത്തണം എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് കൂട്ടിച്ചേർക്കാനായിട്ട് ഉള്ളത്. ഈ നഗരത്തില് ദുരൂഹമായി നടക്കുന്ന ഒരുപാട് കൊലപാതകങ്ങൾ, ഒരുപാട് ഞെട്ടിക്കുന്ന വിവരങ്ങൾ, വാടകയ്ക്ക് താമസിക്കുന്നവരെ കുടിയൊഴിപ്പിക്കൽ, മറ്റു ചില അസാൻമാർഗികമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കൽ, ഇതെല്ലാം BJP RSS സംഘം തുടരെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അതിലെ നേതാക്കന്മാരെ പോയി നോക്കിയാൽ അറിയാം എത്ര കേസുകളാണുള്ളത് എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇതെല്ലാം വലിയ പ്രശ്നമായിട്ട് ഇക്കാര്യത്തിൽ വരുന്നുണ്ട്. ഈ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടും ഞാൻ ഈ പറഞ്ഞ മോഹൻ ഭഗവത് വന്ന 10-70 സെന്റ് സ്ഥലത്തെ സംബന്ധിച്ചും RSSനകത്തും BJPക്കകത്തും വലിയ തർക്കം നിലനിൽക്കുകയാണ്. ഒരു മുൻ കേന്ദ്രമന്ത്രിയുടെ PA തന്നെ ഇത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ള സാഹചര്യം വന്നിട്ടുണ്ട്. ആര് എന്നെല്ലാം നിങ്ങൾ പരിശോധിക്കുക. ഇങ്ങനെ ചില സംഭവങ്ങൾ കൂടി വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതൊരു മാഫിയ പ്രവർത്തനമാണ്. ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമ്പോൾ ഈ നഗരത്തിൽ കഴിഞ്ഞ കുറെ കാലമായി, ഒരു 1/4 നൂറ്റാണ്ടായി ഈ നഗരത്തിൽ നടക്കുന്ന ഇത്തരം ചില പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് കൂടി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ചെയ്യാത്ത നിലയിലാണ് ഇവർ ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ചെയ്തു കൂട്ടുന്നത്. അപ്പോ ഇതിനെ സംബന്ധിച്ചൊരു നിജസ്ഥിതി ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ക്രൈംബ്രാഞ്ച് അവരുടെ അന്വേഷണം ഊർജിതപ്പെടുത്തി ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ചെയ്യണമെന്നുള്ളതാണ് ഇതിനെ സംബന്ധിച്ച് പറയാൻ വേണ്ടിയിട്ടുള്ളത്. മറ്റു ചില രേഖകളും മറ്റു ചില കാര്യങ്ങളും കൂടി ഞങ്ങളുടെ പക്കലുണ്ട്. അത് പറയേണ്ടി വരുന്ന സന്ദർഭത്തിൽ അത് മീഡിയയോട്, ഞങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളോട് ഇവരുടെ പൊയ്മുഖം അഴിഞ്ഞു വീഴുന്ന തരത്തിലേക്കുള്ള ചില കാര്യങ്ങൾ ഞങ്ങളുടെ പക്കലുണ്ട്. അത് ഞങ്ങൾ പറയേണ്ട സന്ദർഭങ്ങളിൽ പറയുകയും ചെയ്യും. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നിരന്തരമായ പൊതുപ്രവർത്തകരെയും രാഷ്ട്രീയ പ്രവർത്തകരെയും ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. സുരേഷ് ഗോപി എന്ന വ്യക്തി ഒരു സിനിമാ നടനിൽ നിന്ന് രാഷ്ട്രീയക്കാരനിലേക്കുള്ള ദൂരം ഇനിയും സഞ്ചരിച്ചിട്ടില്ല എന്നാണ് അനുമാനിക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ സമീപകാലത്തെ വാക്കുകൾ അതാണ് തെളിയിക്കുന്നത്. മുൻപ് വിമർശകർ പറഞ്ഞിരുന്നത് അദ്ദേഹം സിനിമാ നടൻ്റെ ഹാങ് ഓവറിൽ നിന്ന് മുക്തമായിട്ടില്ല എന്നതായിരുന്നു. എന്നാൽ ഇപ്പോൾ അദ്ദേഹം അതിൽ ഒരു പടി കൂടി കടന്ന് പല വിഷയങ്ങളിലും ആർക്കും മനസ്സിലാകാത്ത രൂപത്തിൽ പിച്ചും പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. രാഷ്ട്രീയ എതിരാളികളെ ഊളകൾ എന്നൊക്കെയാണ് അദ്ദേഹം ഇപ്പോൾ അഭിസംബോധന ചെയ്യുന്നത്. രാഷ്ട്രീയ എതിരാളികളെ ഊളകൾ എന്ന് അഭിസംബോധന ചെയ്ത ആ വാക്ക് അദ്ദേഹത്തിന് മാന്യതയുണ്ടെങ്കിൽ പിൻവലിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. ഒരു പൊതുപ്രവർത്തകന് ചേരുന്ന ഭാഷയാണോ ഇത്? എന്ന് മാത്രമല്ല, ഒരു കേന്ദ്ര സഹമന്ത്രി എന്തൊക്കെ വേഷങ്ങളാണ് അദ്ദേഹം കെട്ടുന്നത്. സിനിമയിൽ വേഷം കെട്ടാം, പക്ഷേ പൊതുജനങ്ങളുടെ മുന്നിൽ ഇതുവരെ ഇങ്ങനെ വേഷം കെട്ടുന്ന ഒരു മന്ത്രിയെ ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം രാജ്യത്തെ ജനങ്ങൾ കണ്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് കാണാം. ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നതിലൂടെ അദ്ദേഹം സ്വയം നാണം കെടുക മാത്രമല്ല ചെയ്യുന്നത്, അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന പ്രസ്ഥാനത്തിന്റെ സംസ്കാരം കൂടി വെളിപ്പെടുത്തുന്നതാണ്. അതുപോലെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊന്ന് കാര്യം, അദ്ദേഹം പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് പറയുമ്പോൾ പ്രശ്നമെല്ലാം സംഭവിക്കും, അതൊക്കെ മനുഷ്യ സഹജമാണ്.
പക്ഷെ താൻ സർവ്വവിജ്ഞാനകോശം കയറിയ ആളാണെന്നും താൻ ആരെയും വിമർശിക്കുമെന്നും അത് വിമർശിക്കാനുള്ള എൻ്റെ അധികാരമാണെന്നും മാധ്യമപ്രവർത്തകരെ വിരട്ടും അദ്ദേഹം, മാധ്യമപ്രവർത്തകരെ കൈകാര്യം ചെയ്യും, അതൊക്കെ എൻ്റെ അധികാരമാണെന്ന് കരുതുന്ന അദ്ദേഹം പറയുകയാണ്. തിരുവനന്തപുരം ജില്ലയിലെ അസംബ്ലി മണ്ഡലത്തിലെ സീറ്റ് പോലും അദ്ദേഹത്തിന് അറിയില്ല, എത്രയാണെന്ന് അറിയില്ല. തിരുവനന്തപുരത്ത് 7 or 8 സീറ്റുകളെന്നാണ് അദ്ദേഹം ഇന്നലത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ എത്ര നിയമസഭാ മണ്ഡലങ്ങളുണ്ടെന്നോ ഇവിടെ എത്ര ലോക്സഭാ മണ്ഡലങ്ങളുണ്ടെന്നോ എന്തിനധികം തിരുവനന്തപുരം കോർപ്പറേഷനിൽ എത്ര വാർഡുകളുണ്ടെന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ല. തിരുവനന്തപുരം നഗരസഭയിലെ BJP അധികാരത്തിൽ വരുന്നതിൻ്റെ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വിശദീകരിച്ച അവസരത്തിലാണ് ഇതിവിടെ സൂചിപ്പിച്ചത്. ഇതിനൊക്കെ പുറമെയാണ് തനിക്ക് കേന്ദ്രമന്ത്രി എന്ന നിലയിൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് തുറന്ന പറച്ചിൽ എത്ര പരിഹാസ്യമാണ്. അദ്ദേഹം തന്നെ പറഞ്ഞതാണ്. അങ്ങനെ കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹം രാജിവെച്ച് ആ സ്ഥാനം ഒഴിഞ്ഞ് വേറെ ആരെങ്കിലും ഏൽപ്പിക്കുന്നതായിരിക്കും നല്ലത്. സ്വന്തം കഴിവില്ലായ്മ വിളിച്ചു പറഞ്ഞ് മറ്റുള്ളവരാണ് അതിന് കാരണമെന്ന് പറയുന്ന പരാതിക്കാരനാണ് സുരേഷ് ഗോപി. ഇപ്പോൾ നേമം മണ്ഡലം മുൻനിർത്തി BJPയും സുരേഷ് ഗോപിയും മനപ്പായസം കൊള്ളുകയാണ്. തിരുവനന്തപുരത്തെക്കുറിച്ചോ ഇവിടുത്തെ രാഷ്ട്രീയത്തെക്കുറിച്ചോ യാതൊരു ധാരണയുമില്ലാതെ ഇക്കോട്ടിയുടെ മോഹങ്ങൾ ആ മലർപ്പൊടിക്കാരൻ്റെ ദിവ്യ സ്വപ്നം പോലെ അവശേഷിക്കുകയുള്ളൂ. നേമത്ത് BJP അക്കൗണ്ട് പൂട്ടിച്ചത് രാഷ്ട്രീയ വിക്രിയകളിലൂടെ എന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. ആ രാഷ്ട്രീയ വിക്രിയ എന്താണെന്നുള്ളവർ അദ്ദേഹം ഒന്ന് വിശദീകരിച്ചെങ്കിൽ നന്നായിരുന്നു. നേമത്തെ വോട്ടർമാരെ അപമാനിക്കുകയാണ് സുരേഷ് ഗോപി ചെയ്തിരിക്കുന്നത്. ഇതിന് സുരേഷ് ഗോപി വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. എല്ലാത്തിനോടും ഒരു പുച്ഛം, ആരെയും പുച്ഛത്തോടു കൂടി മാത്രമേ കാണുകയുള്ളൂ. ഈ ഒരു നിലപാട് ഈ ജനാധിപത്യത്തിന് ഭൂഷണമല്ല എന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. എന്തിന് ഏതിനും മറുപടി ഉണ്ട് അദ്ദേഹത്തിന്. മറുപടി പറയുന്ന അവസരത്തിൽ അദ്ദേഹം പാർലമെന്റ് മെമ്പറാണെന്നോ രാജ്യസഭയുടെ മെമ്പറാണ്, പിന്നെ നമ്മുടെ കേന്ദ്ര സഹമന്ത്രിയാണെന്നോ എന്നെല്ലാം മറന്നുപോവുകയാണ്. എന്നിട്ട് ലോകത്തുള്ള മുഴുവൻ ആൾക്കാരെയും കുറ്റം പറയും. ഒരു കാര്യം ഒട്ടും ഈ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ചെയ്തുമില്ല. ഇനി തിരുവനന്തപുരം കോർപ്പറേഷൻ വന്നു കഴിഞ്ഞാൽ 3 ടയർ സംസ്ഥാന ഗവൺമെന്റും പിന്നെ BJP ഭരിക്കുമെന്നാണ് പറഞ്ഞ ഒരു ടയർ, രണ്ടാമത്തെ ടയർ. ഒന്ന് കോർപ്പറേഷൻ ഭരണം വരും, രണ്ടാമത് BJPയുടെ സംസ്ഥാന ഭരണം വരും, BJPയുടെ മൂന്നാമത് കേന്ദ്ര ഭരണം വരും. ഈ 3 ടയർ വെച്ചുകൊണ്ട് രാജ്യം ശരിയാക്കുമെന്നാണ് പറയുന്നത്. ഇതൊക്കെ സ്വപ്നത്തിൽ മാത്രം അവശേഷിക്കുന്ന കാര്യങ്ങളാണെന്നുള്ളവരും സുരേഷ് ഗോപി ഓർമ്മപ്പെടുത്തുകയാണ്. ദയവ് ചെയ്ത് ഇതിന് മറുപടി പറയുമ്പോൾ മാന്യമായ ഭാഷയിൽ പറഞ്ഞില്ലെങ്കിൽ അങ്ങ് പറയുന്ന ഭാഷയിൽ തന്നെ തിരിച്ചും പറയേണ്ടി വരും എന്നുള്ള കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. ആ 70 സെന്റ് സ്ഥലത്താണ് ഞാൻ ഈ പറഞ്ഞ മോഹൻ ഭഗവത്ത് അവരുടെ ശാഖ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്ഥലമാണ്. അത് തുറസായ ഒരു സ്ഥലമാണ്. അത് ഈ ഭൂമി ഇവരുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട ഭൂമിയാണ്. ഒരു രേഖയുമില്ലാതെ ഇവര് അത് കൈവശം വെച്ചിരിക്കുകയാണ്. ഒരു രേഖയുമില്ലാതെ ഇവരുടെ കൈവശത്തിൽ വെച്ച് ഇവരുടെ ചില യോഗങ്ങൾ നടത്തുക, ചില മീറ്റിങ്ങുകൾ നടത്തുക. അതിനു വേണ്ടിയിട്ട് കാലടിയിൽ തന്നെ ജംഗ്ഷൻ എന്ന് ഒരു 50 മീറ്റർ അപ്പുറത്തോട്ട് മാറുമ്പോഴാണ്, 50 or 100 മീറ്റർ മാറുമ്പോഴാണ് ഈ സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. ഇത്തരം ഒരു വിവാദമായിട്ടുള്ള ഒരു പ്രശ്നം, ആ പ്രശ്നത്തിൽ കാര്യസ്ഥൻ ഒരു വിൽപത്രം രഹസ്യമായി തയ്യാറാക്കുന്നു. ആ വിൽപത്രം മറ്റൊരു രൂപത്തിൽ കോടതിയെ കൊണ്ട് അംഗീകരിപ്പിക്കുന്നു. അംഗീകരിപ്പിച്ച വസ്തുവിൽ നിന്ന് എഴുതി വാങ്ങുക, അതിന് പ്രോപ്പറായിട്ടുള്ള പണത്തെ സംബന്ധിച്ചിടത്തോളമുള്ള വിവരം വെക്കാതിരിക്കുക. ഇനി അങ്ങനെ വെച്ചെങ്കിൽ തന്നെ ആ പണം എവിടെ നിന്ന് കാണിക്കാതിരിക്കുക. മറ്റു പ്രദേശങ്ങളെല്ലാം കൈയടക്കി വയ്ക്കുക. ഇപ്പൊ ഈ നഗരത്തിൽ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ഏറ്റവും കൂടുതൽ ഭൂമി ഇവരുടെ കൈവശമാണ്. ഇതുപോലെ പല കാര്യങ്ങളിലായിട്ട് അവരുടെ കൈവശമാണ് ആ ഭൂമി ഉള്ളത് എന്നുള്ളത് നമ്മൾ കാണണം. ഇതുപോലെ തന്നെയാണ് നമ്മുടെ SP ഫോർട്ടിനടുത്ത്, ഹോസ്പിറ്റലിനടുത്തുള്ള ഫോർട്ട് സ്കൂള്. ആ ഫോർട്ട് സ്കൂളും ഇതുപോലെ കൈപ്പെടുത്തിയതാണ്. അതിനെ സംബന്ധിച്ച് വലിയ പരാതികൾ നിലനിൽക്കുന്നുണ്ട്. ഞങ്ങൾ തന്നെ പരാതി കൊടുത്തിട്ടുണ്ട്.
ആ ഫോർട്ട് സ്കൂൾ കൈവശപ്പെടുത്തിയതാണ് അതിന്റെ ഉടമസ്ഥനിൽ നിന്ന്. ഇപ്പൊ അവരാണ് അതിന്റെ മാനേജ്മെന്റ് ആയിട്ടിരിക്കുന്നത്, അവരാണ്. അപ്പൊ ഇതുപോലെ നഗരത്തിനകത്ത് വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇതൊരു പരിശോധനയ്ക്ക് വിധേയമാക്കണം. ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമ്പോൾ ഈ വിഷയം കൂടി അന്വേഷിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ പ്രധാനമായിട്ട് ആവശ്യപ്പെടുന്നത്. പിന്നെ സഖാവ് വി ശിവൻകുട്ടി ജയിച്ചത് സുരേഷ് ഗോപി ജയിച്ചതുപോലെയല്ല. വി ശിവൻകുട്ടിക്ക് അവിടെയുള്ള ജനങ്ങൾ കൃത്യമായി ജനാധിപത്യ ബോധത്തോടു കൂടി വോട്ട് ചെയ്താണ് സഖാവ് ജയിച്ചത്. മറ്റത് അങ്ങനെയല്ല. അതിന്റെ മറ്റ് വിശദാംശങ്ങൾ പറയേണ്ടി വന്നാൽ ഞങ്ങൾക്ക് തന്നെ പറയാം, നന്നായിട്ട് പറയാം. ഈ പിന്നെ വട്ടിയൂർക്കാവ് ഭാഗത്തുനിന്ന് ശാസ്തമംഗലം ഭാഗത്തുനിന്ന് ടൂറിസ്റ്റ് ബസ് ഇട്ട് ആളെ കൊണ്ടുപോയി വോട്ട് ചെയ്യിപ്പിച്ച ചരിത്രമാണ് സുരേഷ് ഗോപിക്കുള്ളത്. അതൊക്കെ ഞങ്ങൾക്കറിയാം, കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം. ഇവിടെയുള്ള ആളുകളെ അവിടെ കൊണ്ടുപോയി ഫ്ളാറ്റ് എടുത്തും വീടെടുത്തും താമസിപ്പിച്ച് അവിടെ ID കാർഡ് ഉണ്ടാക്കി അങ്ങനെയൊക്കെയാണ് വോട്ട് ചെയ്ത് ജയിച്ചത്. ആ നിലയിലല്ല സഖാവ് വി ശിവൻകുട്ടി ജയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ഈ കാര്യങ്ങളൊന്നും സുരേഷ് ഗോപി പഠിപ്പിക്കേണ്ട കാര്യമില്ല. പപ്പടം ഒരെണ്ണം കൊണ്ടുവരാൻ പറഞ്ഞാൽ പപ്പടം കൊണ്ടുവന്നിട്ട് അതിൽ കൈപിടിച്ചവന്റെ ഭാഗം ഒടിച്ചു കളഞ്ഞിട്ട് തിന്നുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ നിങ്ങൾക്ക് അറിയാമോ? ആർക്കെങ്കിലും ഒരു കൈ കൊടുത്താൽ പിന്നെ ആ കൈ പിന്നെ സോപ്പ് വെള്ളം ഉപയോഗിച്ച് കഴുകിയിട്ട് നിൽക്കുന്ന ഒരാളിനെ നിങ്ങൾക്ക് അറിയാമോ? ഏതെങ്കിലും രാഷ്ട്രീയക്കാരെ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടോ? ചരിത്രത്തിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്തൊരു ധിക്കാരമാണ് കാണിക്കുന്നത്. ഇതെല്ലാം ആളുകൾ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ്, എത്രയോ ഉന്നതന്മാരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ ഈ കേരളത്തിലും ഭാരതത്തിലും ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെയുണ്ടോ? എല്ലാവരെയും പുച്ഛമാണ്, അസഹിഷ്ണുതയാണ്. അതൊക്കെ ഒരു പറയേണ്ട സാഹചര്യങ്ങൾ വന്നാൽ എല്ലാം ഞങ്ങൾക്ക് പറയേണ്ടി വരും. അക്കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. അക്കാര്യത്തിൽ അല്ല, പാർട്ടിക്ക് നേരത്തെ അറിയാമോ എന്ന് ചോദിച്ചാൽ അവിടെ ഈ വീടുകൾ വാടകയ്ക്കെടുത്ത് താമസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ ഗുരുവായൂർ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ആ പ്രദേശങ്ങളിലെല്ലാം ആളുകൾ ചിലപ്പോൾ വന്ന് വീട് വാടകയ്ക്കെടുത്ത് താമസിക്കാറുണ്ട്. മറ്റേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അവിടെ താമസിക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത് അവിടെ താമസിപ്പിക്കുക, വോട്ട് ചേർക്കുക, ഇതായിരുന്നു അവർ ചെയ്തിരുന്നത്. അപ്പൊ ഈ പുറത്തുനിന്ന് വന്ന് ഇപ്പൊ തിരുവനന്തപുരം നഗരത്തിൽ തന്നെ ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസിച്ചാൽ നമുക്ക് തടയാൻ പറ്റില്ലല്ലോ. പക്ഷെ അങ്ങനെ ഉണ്ടായിരുന്നു. ഒരു റിയൽ ആയിട്ടുള്ള ജനാധിപത്യമല്ല തൃശ്ശൂരിൽ നടന്നത് എന്നുള്ളത് പിൽക്കാലത്ത് ബോധ്യം വന്നിട്ടുണ്ട്. അല്ല, അത് നമുക്ക് തടയാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, താങ്കൾ അവിടെ പോയി ഒരു വീടെടുത്ത് താമസിക്കുകയാണ്, CPM-ന് വോട്ട് കൊടുക്കരുതെന്ന് പറയാൻ പറ്റുമോ? തടയാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ഒരു അവിടെ വന്ന് താമസിച്ച് വോട്ട് ചേർത്താൽ ഇവിടെ ഇപ്പൊ ഫ്ളാറ്റുകളിൽ എത്രയോ പേര് താമസിക്കുന്നു. ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ, കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിലുള്ള എത്രയോ അധികം ആളുകൾ ഫ്ളാറ്റിലൂടെ വന്ന് താമസിക്കുന്നു. അവർക്ക് വോട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞത് ബൾക്കായി ഓരോ പ്രദേശത്തു നിന്നും ആളെ കൊണ്ടുപോയി അവിടെ താമസിപ്പിച്ച് അവിടെ ചില പിന്നെ സഹായങ്ങളെല്ലാം ആളുകൾക്ക് ചെയ്തു കൊടുത്ത് അങ്ങനെയൊക്കെയാണല്ലോ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നടന്നിട്ടുള്ളത്. അപ്പൊ അത് പറയേണ്ടി വന്ന സാഹചര്യം വന്നാൽ ഞങ്ങൾ കൃത്യമായിട്ട് ആ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇതിപ്പോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? കോർപ്പറേഷനിൽ അവർ ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല. അപ്പൊ നടക്കാതെ വന്നപ്പോൾ തുടർച്ചയായി ചില ആരോപണങ്ങൾ ഉന്നയിച്ച് ആളുകളുടെ ഇടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി കുറച്ചെങ്കിലും ഇപ്പൊ നല്ല ഫൈറ്റ് നടക്കുന്ന ചില സീറ്റുകളുണ്ടല്ലോ, അപ്പൊ അവിടെയെങ്കിലും ചില നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അതൊന്നും നടക്കാൻ വേണ്ടിയിട്ട് പോകുന്ന കാര്യമല്ല. അവര് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു സത്യവുമുള്ള കാര്യമല്ല. ഈ പിന്നെ നഗരസഭയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് ഒരു അഴിമതി ആരോപണം അവർക്ക് ഉന്നയിച്ച് തെളിയിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. 35 പേരുണ്ടല്ലോ അവര്. പിന്നെ ഒരെണ്ണം ഞങ്ങൾ തിരിച്ചു പിടിച്ചു, 34 പേരുണ്ട്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ അവർക്ക് ഉന്നയിച്ച് അത് ബോധ്യപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടോ? ഇല്ല. ഈ ഊളകളെന്നുള്ള പ്രയോഗം ഉണ്ടല്ലോ, അത് എത്രയും പെട്ടെന്ന് പിൻവലിച്ച് കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയണം. കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള രാഷ്ട്രീയ നേതൃത്വത്തെയാണ് ഊളകളെന്ന് വിളിച്ചിരിക്കുന്നത്. അയാൾക്ക് പ്രത്യേക അധികാരമൊന്നും കൊടുത്തിട്ടില്ല. അധികാരം ഉണ്ടെന്ന് ധരിക്കുകയും ചെയ്യുന്നു.